എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പാർട്ട് 10. ഒന്നാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി? എ. റാണി ഗൗരി ലക്ഷ്മിബായി, ബി. റാണി സേതുലക്ഷ്മിബായി, സി. ഗൗരി പാർവതിബായി, ഡി. ഉമയമ്മ റാണി. ഉത്തരം സി. റാണി ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി? റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിരോധിച്ച ഭരണാധികാരി? സേതുലക്ഷ്മിബായി. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ? മാർത്താണ്ഡ വർമ്മ. ധർമ്മരാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. സംഗീതജ്ഞനായിരുന്ന തിരുവിതാംകൂർ രാജാവ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ രാജാവ്? ശ്രീ ചിത്തിര തിരുനാൾ. രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയുമായി കരയാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം? എ 1, ബി 5, സി 8, ഡി 7. ഉത്തരം ഡി 7. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ. ഇന്ത്യ കരാതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്ന രാജ്യം? ബംഗ്ലാദേശ്. ഇന്ത്യ കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം? ചൈന. ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം? ഭൂട്ടാൻ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം അറിയപ്പെടുന്നത്? ഇന്ദിര പോയിന്റ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7. മൂന്നാമത്തെ ചോദ്യം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? എ. സൂററ്റ്, ബി. മീററ്റ്, സി. നാഗ്പൂർ, ഡി. കാൺപൂർ. ഉത്തരം ബി. മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന്? 1887 മെയ് 10. 1887 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി? മംഗൾ പാണ്ഡെ. 1887 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം? നാനാ സാഹിബ്. 1887 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്? VD സവർക്കർ. സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റ്. നാലാമത്തെ ചോദ്യം. അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത്? എ. ലോക്പാൽ, ബി. ലോകായുക്ത, സി. വിവരാവകാശ കമ്മീഷൻ, ഡി. ഇവയൊന്നുമല്ല. ഉത്തരം എ. ലോക്പാൽ. ലോക്പാലിലെ ആകെ അംഗങ്ങൾ 9. ലോക്പാൽ സെലക്ഷൻ സമിതിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. ലോക്പാലിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? രാഷ്ട്രപതി. ലോക്പാൽ ബിൽ പാസാക്കുന്നതിനായി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി? അണ്ണാ ഹസാരെ. ലോക്പാൽ ജനസംരക്ഷകൻ. അഞ്ചാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? എ. പഴശ്ശി, ബി. പമ്പ, സി. കല്ലട, ഡി. മൂവാറ്റുപുഴ. ഉത്തരം സി. കല്ലട. കല്ലട ഏത് ജില്ലയിലാണ്? കൊല്ലം. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള പുഴ? ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള ജില്ല? പാലക്കാട്. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ജലവിതരണ പദ്ധതി ഏത്? ജലനിധി. ജലനിധി. ആറാമത്തെ ചോദ്യം. 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആര്? എ. ആനി ബസന്റ്, ബി. മാഡം ഭിക്കാജി കാമ, സി. സരോജിനി നായിഡു, ഡി. വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഉത്തരം ബി. മാഡം ഭിക്കാജി കാമ. ഡൽഹി സിംഹാസനത്തിൽ ആരോഹണം ചെയ്ത ആദ്യ വനിത ആര്? റസിയ സുൽത്താന. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം? മണികർണിക. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വംശജ? കൽപ്പന ചൗള. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത?
ആരതി സാഹ. ആദ്യ INC പ്രസിഡന്റ് സരോജിനി നായിഡു. 7ാമത്തെ ചോദ്യം. ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? A. ആന്ധ്രാപ്രദേശ്, B. ഒറീസ, C. കേരളം, D. തമിഴ്നാട്. ഉത്തരം A. ആന്ധ്രാപ്രദേശ്. ആരുടെ ജീവത്യാഗ ഫലമായിട്ടാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത്? പോറ്റി ശ്രീരാമലു. ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. ആന്ധ്രാപ്രദേശിലെ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം? ശ്രീഹരിക്കോട്ട. ആന്ധ്രാപ്രദേശിൻ്റെ സാംസ്കാരിക തലസ്ഥാനം? രാജമുദ്രി. 8ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ EMS നമ്പൂതിരിപ്പാട് രചിച്ച കൃതി ഏത്? A. പാട്ടബാക്കി, B. തത്വമസി, C. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, D. ഒന്നേകാൽ കോടി മലയാളികൾ. ഉത്തരം D. ഒന്നേകാൽ കോടി മലയാളികൾ. EMS ഒന്നാം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം? നീലേശ്വരം. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം രചിച്ചത്? EMS. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി? EMS. ഷൊർണൂരിൽ നിന്നും EMS ആരംഭിച്ച പത്രം? പ്രഭാതം. EMS മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ സമരം? വിമോചന സമരം. 9ാമത്തെ ചോദ്യം. കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ്? A. ഭരതനാട്യം, B. നാടകം, C. കഥകളി, D. ഓട്ടൻതുള്ളൽ. ഉത്തരം C. കഥകളി. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ്? കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ സാഹിത്യരൂപം? ആട്ടക്കഥ. കഥകളിയിലെ പ്രധാന വേഷങ്ങൾ? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. കഥകളിയിലെ പ്രധാന വാദ്യങ്ങൾ? ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇടയ്ക്ക, ഇലത്താളം. കഥകളിയിലെ ആദ്യ ചടങ്ങ്? കേളികൊട്ട്. കഥകളിയിലെ അവസാന ചടങ്ങ്? ധനാശി. 10ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി? A. VK കൃഷ്ണമേനോൻ, B. VP മേനോൻ, C. NS മാധവൻ, D. KR നാരായണൻ. ഉത്തരം VP മേനോൻ. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി? VP മേനോൻ. VP മേനോൻ ഗവർണർ ആയ സംസ്ഥാനം? ഒറീസ. VP മേനോൻ രചിച്ച പുസ്തകങ്ങൾ? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.